ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡിസ്നിയുടെ D23 എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർവലും പിന്നെ വേറെ മൂവീസിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി മാർവലിൽ നിന്ന് അങ്ങനെ വലിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല, കുറച്ചൊക്കെ വന്നു. അത് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സീരീസ് അടുത്ത വർഷം മാർച്ചിലാണ് റിലീസ് ആകാൻ പോകുന്നത്. 2 സീസൺസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ സീസണിൽ വന്ന് 9 എപ്പിസോഡ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു സീരീസിൽ നമ്മുടെ പനിഷറും വൈറ്റ് ടൈഗറൊക്കെ വരാൻ പോകുന്നുള്ള കാര്യം കൺഫേം ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഫസ്റ്റ് ലുക്ക് ടീസറും D23 എക്സ്പോ ആ സമയം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫാൻസിന്. ആൻഡ് അതിൽ വന്ന് നമ്മുടെ ഡെയർഡെവിളും കിങ് പിന്നും ഒക്കെ ടീമപ്പ് ആവാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഈ സീരീസ് നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ അയൺ ഹാർട്ട് സീരീസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സീരീസിൽ എനിക്ക് വലിയ ഹൈപ്പൊന്നുമില്ല, ബട്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കും, ചിലപ്പോൾ നന്നായി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സീരീസിലാണ് നമ്മൾ മെയിനായിട്ട് ഒരു മാജിക് വെസസ് ടെക്നോളജിയാണ് കാണാൻ പോകുന്നത്. അപ്പം വെയിറ്റ് ചെയ്ത് നോക്കാം നന്നായിരിക്കുമെന്ന്. പിന്നെ നമ്മുടെ അകത്ത് ആൾ അലോൺ സീരീസിൻ്റെ ഒരു ഫുൾ ട്രെയിലർ ഇപ്പം വേണ്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ചെറിയൊരു ടീസറാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഫുൾ ട്രെയിലർ എന്ന് വിട്ടിട്ടുണ്ട്. ആൻഡ് ട്രെയിലർ വന്ന് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, കിടിലനായിട്ടുണ്ട്. ഒരു ഹൊറർ വൈബൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സീരീസിൽ വന്ന് മെയിനായിട്ട് വിച്ചസ്, മാജിക്ക്, അതും ഡാർക്ക് മാജിക്ക്, ക്രീച്ചേഴ്സ്, അങ്ങനെ എല്ലാം കാണാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നന്നായിരിക്കും പ്രതീക്ഷിക്കാം. പിന്നെ ഒന്ന് ഈ ഒരു റെഡ് ഹൾക്കിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ലുക്ക് കാണാൻ കുഴപ്പമില്ലാത്ത പോലെയാണ് ഉള്ളത്. കോമിക്സിലുള്ള പോലെ ഏകദേശം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രൊഫസർ ഹൾക്ക് സ്റ്റൈലിലൊക്കെയാണ് ഉള്ളത്. ബട്ട് എങ്ങനെ ഇരിക്കും എന്നാണ് ഒരു ഡൗട്ട്. കാരണം നമുക്കറിയാമല്ലോ ഹൾക്കിനെ എല്ലാത്തിനും ശോകമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം റെഡ് ഹൾക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് എന്തായാലും നമുക്ക് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് ഒക്കെ. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഉള്ളൂ. ഇനി മറിച്ച് നമ്മളിനി ഡിസ്നി സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിൽ സുട്ടോപ്പിയ 2 കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രോസൺ 3ഉം 4ഉം ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ഫ്രോസൺ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലേക്ക് പറഞ്ഞേക്കുക. സോ 3ഉം 4ഉം വരാൻ പോവുകയാണ്. കൂടാതെ സ്നോ വൈറ്റ് എന്ന ഒരു മൂവിയുടെ, അതായത് ലൈവ് ആക്ഷൻ മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. സോ അത് കൊള്ളാം, ഓക്കെ, നന്നായിട്ടുണ്ടെന്ന് പറയാം. നമ്മുടെ ഗാൽഗാഡറ്റൊക്കെ ഉണ്ട്, ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ബട്ട് ഈ പടം ജയിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ഡൗട്ടായിട്ടാണ് ഉള്ളത്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് നമ്മുടെ മുഫാസയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ടീസറാണ് വിട്ടത്, ഇപ്പോൾ ഒരു ഫുൾ ട്രെയിലർ തന്നെ വന്നിട്ടുണ്ട്. ആക്ച്വലി ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ല. ഓക്കെ, ഇത് വന്ന് പ്രീക്വലാണ്. നമ്മുടെ സിംബയുടെ അച്ഛനായിട്ടുള്ള മുഫാസയുടെ സ്റ്റോറിയാണ് ഇതിൽ പറയാൻ പോണത്. ആൻഡ് അദ്ദേഹം എങ്ങനെ ഈ ഒരു കാട്ടിൽ എത്തിച്ചേർന്നു, എങ്ങനെ കിങ്ങായി മാറി, കൂടാതെ നമ്മുടെ മുഫാസയും അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള സ്കാർ കിങ്ങിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, എല്ലാമാണ് ഈ മൂവിയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെ വെയിറ്റിങ്ങിന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഒന്ന് മൊവാന 2ൻ്റെ ഒരു ഫുൾ ട്രെയിലർ വന്നിട്ടുണ്ട്, കൊള്ളാം, ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് പിന്നെ വന്ന് പിക്സെലാർ സൈഡിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഇൻക്രെഡിബിൾസ് 3 കൺഫേം ആക്കിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇൻക്രെഡിബിൾസ് 1ഉം 2 ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ്, ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് പാർട്ട് മൂവി പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ടോയ് സ്റ്റോറി 5 കൺഫേം ആക്കിയിട്ടുണ്ട്. 2026ലാണ് ഇത് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കോൺസെപ്റ്റ് ആർട്ടും റിലീസാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ വന്ന് മെയിനായിട്ടൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ വേൾഡ് വെച്ചാണ് പറയുന്നത്. അതായത് ഇപ്പം കുട്ടികളൊക്കെ വന്ന് ഈ ടോയ്സ് ഒന്നും വെച്ചല്ലോ കളിക്കുന്നത്, എല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ്, ലാപ്ടോപ്പും ടാബും ഒക്കെ വെച്ചാണ് കുട്ടികളൊക്കെ ഇപ്പം കളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഈ ഒരു ടോയ്സിനും ബാധിക്കുന്നു, സോ അവരെങ്ങനെ അത് സർവൈവ് ചെയ്ത് കുട്ടികളുടെ അടുത്ത് വീണ്ടും ആ ടോയ്സ് എങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് വരാൻ പോകുന്നത്. കോൺസെപ്റ്റ് കൊള്ളാം, സോ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒന്ന് ഇൻസൈഡ് ഔട്ട് 2 ഒക്കെ ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രീക്വൽ സീരീസ് ഇപ്പം വരാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു ടൈറ്റിൽ കൺഫേം ആക്കിയിട്ടുണ്ട്, ഡ്രീം പ്രൊഡക്ഷൻ എന്നാണ്. അതായത് ഇതിൽ വന്ന് ആ ഡ്രീംസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയറാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വർഷം വന്ന് വിൻ ഓർ ലൂസ് എന്ന് പറഞ്ഞ ഒരു മിനി സീരീസ് നമ്മുടെ പിക്സെലാർ സൈഡിൽ നിന്ന് വരാൻ പോവുകയാണ്. സോ അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസാണ്, സ്പോർട്സും പ്ലസ് മാജിക്കും ഒക്കെയാണ്. അപ്പം നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വന്ന് നമ്മുടെ ജെയിംസ് ക്യാമറോൻ്റെ അവതാർ 3യുടെ ഒരു ടൈറ്റിൽ അനൗൺസ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണ് പടത്തിൻ്റെ പേര്. ആൻഡ് ഇത് ഡിസംബർ 2025ലാണ് റിലീസാകാൻ പോകുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആർട്ടും വിട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു മൂവിയിൽ വന്ന ഒരു ഫയർ നാവി ജനങ്ങളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് വില്ലന്മാരായിട്ട് ഇവരുടെ ആ ഒരു ഇനത്തിൽപ്പെട്ട ആൾക്കാരാണ് വരാൻ പോകുന്നത്. സോ സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ D23 എക്സ്പോയിലുള്ള മെയിനായിട്ടുള്ള ചില അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് എന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.